ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ആർ ശ്രീത്ത് തുടരുന്നുണ്ട്. ശ്രീത്ത്, ഇത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ പോകുന്നു, അപ്പീൽ നൽകാൻ പോകുന്നു. ശ്രീത്ത്, റിജിത്ത്, തീർച്ചയായും അനിവാര്യമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. കാരണം ഈ അപ്പീൽ പോവുക എന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തീർത്തും അനിവാര്യമാണ്. ഇവിടെ പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ജൂൺ 30 ചേർന്ന മന്ത്രിസഭാ യോഗം ഈ മാർക്ക് സമീകരണത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് തീരുമാനമെടുത്തത്. കേരള സ്ട്രീമിൽ, അതായത് സംസ്ഥാന ഹയർ സെക്കൻഡറി ബോർഡിന് കീഴിൽ പഠിച്ച് പുറത്തിറങ്ങി എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള മാർക്ക് സമീകരണം മൂലം നഷ്ടമുണ്ടാകുന്നു എന്ന പരാതി പരിഗണിച്ചാണ് പുതിയൊരു നിർദ്ദേശം സമർപ്പിച്ചത്. തമിഴ്നാട് മാതൃകയിൽ ഉള്ള ഒരു രീതി അവലംബിക്കുക എന്നതായിരുന്നു പ്രവേശന പരീക്ഷാ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതായത് തമിഴ്നാട് മാതൃക എന്ന് പറഞ്ഞാൽ +2വിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങളിലെ മാർക്കുകൾ 100ലേക്ക് എത്തിച്ച് ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശതമാനം കണക്കാക്കുക എന്നതാണ് തമിഴ്നാട് മാതൃക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ +2 മാർക്ക് 100ലേക്ക് സമീകരിക്കും. CBSE പോലുള്ള സ്കീമുകൾക്ക് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ മാർക്കുകൾ 80ലാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഈ വ്യത്യസ്ത സ്ട്രീമുകളിൽ 80ൻ്റെയും 100ൻ്റെയും ഒക്കെ തന്നെ മാർക്കുകൾ വ്യത്യസ്തമായി നിൽക്കുമ്പോൾ തന്നെ അതുമൂലം കേരള സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അനുപാതം ശതമാനമൊക്കെ കണക്കാക്കുമ്പോൾ നഷ്ടം വരുന്നുവെന്നായിരുന്നു പരാതി. അങ്ങനെയുള്ള പരാതി പരിഹരിക്കാനാണ് എല്ലാ +2 സ്ട്രീമുകളിലും പഠിക്കുന്ന +2വിൻ്റെ മാർക്ക് 100ലേക്ക് കൊണ്ടുവന്ന് ഒരു സമീകരണം കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത്. ആ സമീകരണത്തിനെതിരെയാണ് ഇപ്പോൾ CBSE വിദ്യാർത്ഥിയുടെ പരാതി ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനുള്ള ഒരു നടപടി ഇനി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായേ മതിയാകൂ. അല്ലെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. പ്രവേശന നടപടികളടക്കം താളം തെറ്റുന്ന സ്ഥിതി ഉണ്ടാകും. അപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാനുള്ള ഒഴുക്കും വർദ്ധിക്കാൻ കാരണമാകും. കേരളത്തിലെ ആളുകളെ പഠിക്കാൻ കൊണ്ടുവരിക, ഇവിടേക്ക് ആകർഷിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന് ഒരു ഹബ്ബാക്കി മാറ്റുക എന്ന സർക്കാരിൻ്റെ മുദ്രാവാക്യം ഫലവത്താകണമെങ്കിൽ ഇതിന് ഒരു നല്ല പോംവഴി കണ്ടെത്തിയേ തീരൂ. ആ പോംവഴിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അപ്പീലുമായി പോകുമ്പോൾ സർക്കാർ ആ നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർ ശ്രീത്തും വിഷ്ണു സുരേഷും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാഫലം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യവും അനിശ്ചിതത്വവും ഒക്കെ നിലനിൽക്കുന്നതിനിടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകാനുള്ള തീരുമാനം കൂടി വന്നിരിക്കുകയാണ്.